രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ പ്രാദേശിക കക്ഷിയായ കേരള കോൺഗ്രസ് എം തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലാ മണ്ഡലത്തിൽ തന്നെ ജനവിധി തേടാൻ തീരുമാനിച്ചതോടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേവലം ഒരു സീറ്റിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പിനും മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ മേധാവിത്വത്തിനും വേണ്ടിയുള്ളതായി മാറിയിരിക്കുകയാണ്. വിട്ടുകൊടുക്കാനാവാത്ത വികാരമാണ് പാല. കെ എം മാണി എന്ന രാഷ്ട്രീയ കുലപതി പതിറ്റാണ്ടുകളോളം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പാല. കേരള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാല എന്നത് ഒരു മണ്ഡലമല്ല, മറിച്ച് പാർട്ടിയുടെ ആസ്ഥാനവും വൈകാരികവുമായ അടിത്തറയുമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി കഴിഞ്ഞ തവണ മാണി സി കാപ്പനോട് പരാജയപ്പെട്ടത് പാർട്ടിക്ക് വലിയ ആഘാതവുമായിരുന്നു. ഇത്തവണ കടുത്തുരുത്തി പോലുള്ള കൂടുതൽ സുരക്ഷിതമായ മണ്ഡലങ്ങളിലേക്ക് അദ്ദേഹം മാറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. കടുത്തുരുത്തിയിൽ പാർട്ടിക്കുള്ള ശക്തമായ സംഘടനാ സംവിധാനം ജോസ് കെ മാണിക്ക് എളുപ്പത്തിൽ വിജയം സമ്മാനിക്കുമെന്ന് ഒരു വിഭാഗം അണികൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ചെയർമാൻ തന്നെ ഒരു മണ്ഡലത്തിൽ തോൽവി ഭയന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട്. എതിരാളികൾക്ക് ഇത് വലിയൊരു ആയുധമാകും. മാണി സാറിന്റെ മകൻ പാല ഉപേക്ഷിച്ചു എന്ന പ്രചാരണം അണികളുടെ ആത്മവീര്യം തകർക്കുമെന്ന് കണ്ടാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പാലായിൽ തന്നെ പോരാടാൻ നേതൃത്വം തീരുമാനിച്ചത്. പാലായിൽ ജയിച്ച് നിയമസഭയിൽ എത്തുക എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് തന്റെ രാഷ്ട്രീയ വ്യക്തിത്വം തെളിയിക്കാനുള്ള ഏക മാർഗമാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അക്കങ്ങൾ പ്രധാനവുമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് അത്ര ആശ്വാസകരമായ ചിത്രമല്ല പാലാ മണ്ഡലം നൽകുന്നത്. മണ്ഡലത്തിലെ 13 പഞ്ചായത്തുകളിൽ 8 എണ്ണവും UDF-നൊപ്പമാണ് നിലയുറപ്പിച്ചത്. LDF-ന് മുൻതൂക്കം ലഭിച്ചത് 5 പഞ്ചായത്തുകളിൽ മാത്രമാണ്. നഗരസഭയിലെ ഭരണപരമായ തർക്കങ്ങളും വികസന മുരടിപ്പും രാഷ്ട്രീയ ആരോപണങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പാർട്ടി ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്. എങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ബാധിക്കില്ലെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വ്യക്തിബന്ധങ്ങളും തർക്കങ്ങളും വലിയ ഘടകമാകാറുമുണ്ട്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ ചേരിതിരിവുകളും മുന്നണികളുടെ പ്രകടനവുമാണ് വിലയിരുത്തപ്പെടുക. കേരള കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകൾ എങ്ങും പോയിട്ടില്ലെന്നും അത് കൃത്യമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞാൽ പാല തിരിച്ചുപിടിക്കുമെന്നുമാണ് ജോസ് കെ മാണിയുടെ വിശ്വാസം. ജോസ് കെ മാണിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം സിറ്റിംഗ് MLA മാണി സി കാപ്പനാണ്. മണ്ഡലത്തിൽ വ്യക്തിപരമായ വലിയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ വിജയത്തിന് ശേഷം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളുമായുള്ള സമ്പർക്കത്തിലും അദ്ദേഹം ഏറെ മുന്നിലാണ്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായതോടെ കാപ്പനും തന്റെ പ്രചാരണ തന്ത്രങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഒരേ മുന്നണിയിൽ ഇരുന്നവർ ഇന്ന് നേർക്ക് നേർ വരുമ്പോൾ പാലായിലെ വോട്ടർമാർ ആരെ തുണയ്ക്കുമെന്നത് കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ്. സിറ്റിംഗ് MLA-മാരുടെ പദവി പാല ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എം ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല. നിലവിലുള്ള സിറ്റിംഗ് MLA-മാരെല്ലാം അതത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. ഹൈറേഞ്ചിലെ പാർട്ടിയുടെ കരുത്തനായ മുഖമായ റോഷി അഗസ്റ്റിൻ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് തേടുന്നത്. സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനസമ്മതി നേടിയ ജയരാജന് മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികൾ ഇല്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ചങ്ങനാശ്ശേരിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നുമുണ്ട്. യുവത്വം തുളുമ്പുന്ന പ്രവർത്തനങ്ങളുമായി പ്രമോദ് നാരായണനും വീണ്ടും കളത്തിലിറങ്ങുന്നു. ഈ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നതിനൊപ്പം പാലാ കൂടി തിരിച്ചുപിടിക്കുക എന്നതാണ് പാർട്ടിയുടെ തന്ത്രം. ഇതോടെ നിയമസഭയിൽ പാർട്ടിയുടെ അംഗബലം വർദ്ധിപ്പിക്കാനും LDF-ൽ കൂടുതൽ വിലപേശൽ ശേഷി നേടിയെടുക്കാനും സാധിക്കും. മുന്നണി ബന്ധവും അണികളുടെ വികാരവും ഇടതു മുന്നണിക്കൊപ്പം ചേർന്ന ശേഷം നടന്ന ചില തിരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾ പാർട്ടിക്കുള്ളിൽ ചില ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. ഒരു വിഭാഗം അണികൾ UDF-ലേക്ക് മടങ്ങണമെന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം LDF-ൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം. ഭരണത്തിൽ പങ്കാളികളായതുവഴി മണ്ഡലങ്ങളിൽ വികസനം എത്തിക്കാൻ സാധിച്ചുവെന്നതും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ വേട്ടയായി മാറുമെന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. കൂടാതെ മുന്നണി മാറുന്നത് രാഷ്ട്രീയമായ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. പുതിയ പ്രചാരണ തന്ത്രങ്ങൾ പഴയ രീതിയിലുള്ള പ്രചാരണങ്ങൾ കൊണ്ട് മാത്രം പാലാ തിരിച്ചുപിടിക്കാനാവില്ലെന്ന് ജോസ് കെ മാണിക്കറിയാം. അതുകൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ ഓരോ വാർഡ് തലത്തിലും വിശകലനം ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. പുത്തൻ തലമുറയിലെ വോട്ടർമാരെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയും അത്യാധുനിക പ്രചാരണ രീതികളും ഉപയോഗിക്കുക. KM മാണി വിഭാവനം ചെയ്ത പാലായുടെ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് വ്യക്തമായ പദ്ധതി വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു അധികാര മത്സരമല്ല. അത് ജോസ് കെ മാണിയുടെ നേതൃപാടവത്തിനുള്ള അംഗീകാരവും KM മാണിയുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയും തെളിയിക്കാനുള്ള വേദിയാണ്.
പാലായിലെ മണ്ണ് ആരെ തുണയ്ക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിലൊന്ന് അവിടെ നടക്കുമെന്ന് ഉറപ്പാണ്. പരാജയപ്പെട്ടാൽ അത് പാർട്ടിയുടെ ശക്തിക്ഷയത്തിന് കാരണമാകും. മറിച്ച് വിജയിച്ചാൽ ജോസ് കെ മാണിക്ക് അത് രാഷ്ട്രീയമായ പുനർജന്മമായിരിക്കാം. മാണി സി കാപ്പന്റെ ജനസ്വാധീനവും ജോസ് കെ മാണിയുടെ സംഘടനാ കരുത്തും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിനാണ് പാല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.